ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, ഈ ആൽബം കയ്യിൽ വെച്ചോ. എന്നിട്ട് മറിച്ച് മറിച്ച് എപ്പോഴും നോക്കണം. അപ്പൊ മോക്ക് മനസ്സിലാവും വരണാണ് മോളുടെ ഭർത്താവെന്ന്. എന്നിട്ട് രാധികോട് പറയണം ഇവിടുന്ന് ഇറങ്ങി പോവാൻ. മോക്ക് മനസ്സിലായോ? ആ, അതിനൊക്കെ ഞങ്ങള് മോളുടെ കൂടെ തന്നെ ഉണ്ട്. ആ, പ്രിയങ്കയ്ക്ക് വരുണിനെ വേണോന്ന് പറഞ്ഞ ദേ ചെറിയമ്മയും ഏട്ടത്തെയും കൂടെ അത് നേടിത്തരും. മനസ്സിലായോ? പ്രിയങ്ക, ഇനി പറഞ്ഞേ, ഇതാരാ? ദേ ഇതേത്? പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞേ. ഇതാരാ? ഇതോ? ഇതെനിക്ക് മനസ്സിലായി. എന്നാ പറഞ്ഞേ, ഇതാരാ? ഇതൊരു ചേട്ടൻ. ഓ, ഇത്ര നേരം പറഞ്ഞു കൊടുത്തതൊന്നും മനസ്സിലായില്ലല്ലോ ഇതിന്. ചെറിയമ്മ, അവൾക്ക് ഇപ്പൊ അത് ആലോചിക്കാനുള്ള ബുദ്ധിയില്ലാത്തോണ്ടല്ലേ. പക്ഷേ നമ്മളെന്ന് കഷ്ടപ്പെട്ട പതുക്കെ പതുക്കെ അവളത് മനസ്സിലാക്കി എടുത്തോളും. ആ പ്രിയങ്കെ, പ്രിയങ്കെ ദേ ഇങ്ങോട്ട് നോക്കിയേ. നിങ്ങൾ എന്തെടുക്കുക ഇവിടെ? ഇതെന്തിനാ ഇപ്പൊ ഈ ആൽബം എടുത്തോണ്ട് വന്നത്? അയ്യോ അമ്മേ, ഇത് ഞങ്ങൾ എടുത്തതല്ല. പ്രിയങ്ക എവിടുന്നോ എടുത്തിട്ട് ഇവിടെ വന്നിരുന്ന് മറിച്ചു നോക്കുമായിരുന്നു. അവൾക്ക് ഓർമ്മയൊന്നുമില്ലല്ലോ. അവൾക്കൊരു പുസ്തകം കണ്ടപ്പോ നോക്കിയിരുന്നു, അത്രേ ഉള്ളൂ. ഒരു കണക്കിന് അത് നല്ലതല്ലേ ഏട്ടത്തി? ഈ സാധാരണ പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയവര് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴല്ലേ ഓർക്കുന്നത്. പ്രിയങ്കയുടെ മനസ്സ് നേരെയായാലും ഗുണമല്ലേ? ആർക്ക് ഗുണം? ആരുടെ ഗുണത്തിന് വേണ്ടിയാ നിങ്ങളിതൊക്കെ ചെയ്യുന്നതെന്നാ ഞാൻ ചോദിക്കുന്നത്. അല്ലേ ഏട്ടത്തി? കുടുംബകാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബത്തിന് ദോഷം വരുന്ന കാര്യങ്ങളാ. എത്ര പറഞ്ഞാലും നിങ്ങളത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. രണ്ടാളുടെയും കാര്യത്തില് ഞാൻ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കരുതി എല്ലായ്പ്പോഴും അങ്ങനെ പെരുമാറണമെന്നില്ല. എഴുന്നേറ്റ് പോയ രണ്ടാളും. മോളെ, മോളെ ഇങ്ങ തന്നേ. മോള് വാ 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 വാ. ഓ, എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കാന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ ചാടി വീഴും. ഇതിപ്പോ പ്രിയങ്ക കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പുറത്ത് റൂം എടുത്ത് താമസിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചേ പറ്റൂ. അവളുടെ ഓർമ്മകളെല്ലാം തിരിച്ചെടുത്തേ പറ്റൂ ചെറിയമ്മ. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും.